നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തു നിന്ന് നോക്കിയാൽ ഇത്ര മനോഹരമായ കാഴ്ച കാണാൻ പറ്റാറില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ പിന്നിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇതുപോലെ വല്ലൂരിൻ്റെ മാമലകളിലേക്ക് മഞ്ഞ് ഇങ്ങനെ പെയ്തിറങ്ങുന്നത് കാണാൻ പറ്റുന്നത്. ഈ കോട ഇങ്ങനെ നല്ല ഭംഗിയിൽ മഴ പെയ്ത് കഴിയുമ്പോൾ നിൽക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ ചെറിയ ചാറ്റലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചൊരു സമ്മാനമാണ് ആ മല എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. അതിനോട് ദൈവത്തോട് നന്ദി പറയാറുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മല കാണിച്ചാണല്ലോ ഞാൻ ഓരോ ദിവസവും നിങ്ങളെ പ്രലോഭിപ്പിച്ച് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിളിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ഒരുപാട് പേര് ആ മല കാണാൻ വേണ്ടി വീഡിയോ കാണുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ മഞ്ഞണിഞ്ഞ വല്ലൂരിൻ്റെ മാമലയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. കിളികളുടെ ശബ്ദമൊക്കെ കാരണം കൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്ന് നമ്മുടെ ശ്രീകുട്ടൻ്റെ പിറന്നാളാണ്. അപ്പോൾ 28-ാം തീയതി ആയിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത്. അന്നല്ലേ നമ്മുടെ അമ്മയുടെ ചടങ്ങുകളും അവിടെ കൊച്ചമണി അമ്മയുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് നമ്മളതങ്ങോട്ട് ഒഴിവാക്കി. ഇപ്പം ഇന്നും പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നാണെന്ന് പറയാം ഞാൻ, അവൻ്റെ പിറന്നാളാണെന്ന്. അവൻ കന്നിമാസത്തിലത്തെ വിശാഖ നാളാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അടുത്ത ഞായറാഴ്ച ആഘോഷിക്കാം എന്ന് വിചാരിക്കണം. അടുത്ത ഞായറാഴ്ച നല്ല രീതിയിൽ ആഘോഷിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കണം. നാളെയും കഴിഞ്ഞ് മറ്റന്നെയാണ് നമ്മൾ അടിയന്തരം ഉള്ളത്. അപ്പോൾ ഇന്ന് തൊട്ടേ അങ്ങ് വായോ വായോ എന്ന് ചേച്ചിമാർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, നീ എന്താ വരാത്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആഘോഷങ്ങളൊന്നുമില്ല എങ്കിലും ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ആഘോഷങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ശ്രീകുട്ടൻ്റെ കേക്ക് മുറിക്കാതെ ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പിറന്നാളും അതുപോലെ തന്നെ ബർത്ത്ഡേ ഒക്കെ ആ വഴിക്ക് അങ്ങോട്ട് കടന്നു പോയിട്ടോ. നമ്മുടെ ചെണ്ടുമല്ലിപ്പാടത്ത് ഭാഗ്യനുണ്ട്, അവിടെ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ചെട്ടുമല്ലിന്ന് പറഞ്ഞ പോരാട്ടോ, ഒരു 1.5 ചെട്ടുമല്ലിയാ. രണ്ടെണ്ണം കൈ നിറച്ചാ. ചെമ്പരത്തി ആയിരുന്നു നല്ലതല്ലേ? ചെമ്പരത്തിക്ക് എന്താ കുഴപ്പം? അല്ല, ചെമ്പരത്തി മറ്റൊക്കെ ഇങ്ങനെ തല ഒടിഞ്ഞ് വീഴാണ് പൂവിന്റെ കനം കൊണ്ട്. നമുക്കിത് ഓരോ വടി ഓരോ ചെടിയിലും കിടക്കി കുത്തി കെട്ടി നിർത്തുകയാണെങ്കിൽ സൂപ്പറായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നേരില്ല, അതൊക്കെ ബിസിയാണ്. വാഴവെപ്പ് നടക്കണേ. ഈ കൊല്ലം 10,000 വാഴ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണികൾ നടക്കുക. അത് കാരണം ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ വലിയ നേരമൊന്നുമില്ല. എന്നാലും പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 പൂക്കളായിട്ടുണ്ട്. എന്താ അമ്മാനാട് അറിയോ മോനെ? ഞാൻ അമ്മാനാടി കാണിച്ചരാ. അയ്യോ, ഇപ്പം ശരിയാക്കി തരാം. എൻ്റെ പൂക്കൾ ഓടിക്കല്ലേട്ടാ, അല്ലെങ്കിൽ ഓടിഞ്ഞാ. ഇത് വലുതായ കാരണം ചെറുതാണെങ്കിൽ കുറേ നേരം ഇടാം. വലുതായ കാരണം കയ്യിലൊതുങ്ങി. മുഖത്ത് അലർജി. ഈ പൂക്കളൊന്നും മണപ്പിക്കാൻ പാടില്ല. പിടിച്ച മോനെ ഇപ്പോഴാണ് ഈ ഭൂമിയിലുള്ള എല്ലാ പൊടികളോടും എല്ലാ ജീവികളോടും ഭാഗ്യന് അലർജിയാണ് കേട്ടോ. എന്നോടും ശ്രീകുട്ടനോട് ഇല്ലയെന്ന് തോന്നുന്നു. കഷ്ടമാണ് കേട്ടോ കാര്യം. ഇപ്പം പിന്നെ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ പിന്നാലെയായിട്ട് കുറച്ച് കുറവൊക്കെ ഉണ്ട് നമ്മുടെ കെയറിങ്ങിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ ശാന്തമ്മ ഇന്ന് നമ്മുടെ ഈ സൈഡ് വൃത്തിയാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നിറയെ പുല്ലൊക്കെ അല്ലേ. അപ്പോൾ ശാന്തമ്മ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊഴിലുറപ്പിന് പോവും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വരും, പിന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാ ചേച്ചിമാരുടെ വീട്ടിലേക്കും പോവും. അങ്ങനെ ഓരോ ദിവസം ആൾ ഒപ്പിട്ട് റൗണ്ട് എത്തിക്കലാണ് പതിവ്. അപ്പോൾ നമുക്ക് ശാന്തമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കറികളൊക്കെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. ഞാൻ പറയാറില്ലേ, നമ്മുടെ ഇവിടെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും വരുമ്പോൾ കഞ്ഞി നമ്മൾ തന്നെയാണ് കൊടുക്കുക. ഇവിടെ എല്ലാ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് കേട്ടോ. വീട്ടിൽ നമ്മൾ കഞ്ഞി വെച്ചിട്ടാണ് കൊടുക്കുക. നാട്ടിൻപുറങ്ങളിൽ ജീവിക്കുന്ന എല്ലാവർക്കും അത് പരിചയമാണെന്ന് തോന്നുന്നു. ചിലർ കമൻറ്റ് ചെയ്യാറുണ്ട് അവർക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൂടെയെന്ന്. അവർ 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരാണ് ഈ ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കൊടുക്കൽ പതിവാണ്, അതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് ചോറും കൂട്ടാനും വെക്കുന്നതോടൊപ്പം തന്നെ ഇച്ചിരി അവർക്കും കൊടുക്കുന്നു മാത്രം. പിന്നെ ചില ദിവസങ്ങൾ അവർക്ക് മാത്രമായിട്ട് വെക്കാറുണ്ട്. കാരണം വാഴയിലൊക്കെ പണി തുടങ്ങുന്ന സമയത്ത്, ഇപ്പോൾ വാഴയൊക്കെ വെക്കുന്ന സമയമാണ്, നമ്മൾ അടുത്ത കൊല്ലത്തെ ഓണത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ 10-15 ആൾക്കാരൊക്കെ പാടത്തും പറമ്പിലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി മാത്രമായിട്ട് കറികളും കഞ്ഞികളൊക്കെ വെക്കാറുണ്ട്. അത് നമ്മുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാണ് കേട്ടോ. ഇന്ന് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത് പപ്പക്കായാണ്. പപ്പക്കായ വലുപ്പം കണ്ടോ, എന്ത് വലുതാണെന്നറിയോ. അപ്പോൾ വലിയ പപ്പക്കായൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചോപ്പറിൽ അടിച്ചെടുക്കാനായാലും കൈ കൊണ്ട് അരിയാനൊക്കെ ആയാലും കുറച്ച് പാടല്ലേ.
അപ്പം ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. നമ്മുടെ പ്രീതിയുടെ ഈ ഒരു 2.0 സോഡിയാക്കിൻ്റെ ആ മിക്സർ ഗ്രൈൻഡർ ഉണ്ടല്ലോ, അതിൽ ഇതുപോലെ ജസ്റ്റ് കഷ്ണമായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒരൊറ്റ കറക്ക് 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ഒത്തിരി വലിയ പപ്പക്കായ അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. സംഭവം സിമ്പിളാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രൊസസ്സറുള്ള മിക്സി മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല. ഇപ്പം എല്ലാ കമ്പനികൾക്കും ഈ ഒരു തരത്തിലുള്ള മിക്സർ ഗ്രൈൻഡറും ജാറും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൽ നമുക്ക് മാവ് കുഴയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും അരിഞ്ഞെടുക്കാനോ സ്ലൈസ് ചെയ്യാനോ ബിരിയാണിയൊക്കെ വെക്കാനായിട്ട് നമ്മുടെ സവോളയൊക്കെ അരിയാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്തെടുക്കാറുണ്ട്. വല്ലപ്പോഴും ഇത് കഴുകി വയ്ക്കാനുള്ള മടി കാരണം കൊണ്ട് മാറ്റി വയ്ക്കാറുണ്ട്. നമ്മുടെ ചോപ്പർ കൂട്ടനെയാണ് സഹായിക്കാറുള്ളത് കേട്ടോ. അല്ല, ചോപ്പർ കൂട്ടൻ എന്നെയാണ് സഹായിക്കാറുള്ളത്. ഇന്നിപ്പോൾ ഇത്രയും അധികമുള്ള കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും നാടൻ പച്ചമുളകും മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ചില്ലി ഉണ്ടല്ലോടാ, കാശ്മീരി ചില്ലി, അതും കൂടി ഇട്ടിട്ട് നമ്മുടെ ആ കരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് അടച്ചു വെക്കും. എന്നിട്ട് അതിലത്തെ വെള്ളം വറ്റിയെടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊപ്പക്കായ ഇല്ലേ, നമ്മളിവിടെ കൊപ്പക്കായ എന്ന് പറയാട്ടാ, കൊപ്പക്കായയിൽ നിറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം അങ്ങനെ വറ്റി വരണം. അപ്പോഴാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള കൊപ്പക്കായ ഉപ്പേരി റെഡിയാവുക. പിന്നെ ചമ്മന്തി ഉണ്ടാവും, ചിലപ്പോൾ മുട്ട പൊരിച്ചതുണ്ടാവും. ഇന്ന് ഞങ്ങളുടെ ശ്രീകുട്ടന്റെ 10 വയസ്സ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോന്നല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് ഇങ്ങനെ ടോടാ അയ്യോ. എനിക്ക് പറയാം എന്താണെന്ന് വിചാരിക്കണ്ടാവില്ലേ. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഭാഗ്യൻ്റെ അടുത്ത് ശ്രീകുട്ടനേക്കാളും ചെറുതാണ് ഞാൻ. എന്താ പറയുക, ആ ഒരു നമ്മൾ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള കുറേ നമ്മുടെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും കൊഞ്ചുന്ന സ്വഭാവമൊക്കെ ഉണ്ടല്ലോ, ഒരു കൊഞ്ചിള്ള എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതൊക്കെ ഞാൻ എടുക്കുക ഭാഗ്യൻ്റെ അടുത്താണ് കേട്ടോ. ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞതേ, അത് നോർമലാണ്. നമുക്ക് അങ്ങനെ ആരെങ്കിലും എടുത്തൊക്കെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവതികളാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എപ്പോഴാണ് ഈ ജന്മം കഴിഞ്ഞില്ലേ, ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ വയസ്സ് കൂടി വരില്ല. അപ്പോൾ നമുക്കൊരു ജാലിതയും ജമ്മലൊക്കെ തോന്നും. അപ്പോൾ ഇപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ധൈര്യമായിട്ട് അവരുടെ അടുത്ത് ഈ കാണുന്ന കോമാളിത്തരങ്ങളൊക്കെ കാണിക്കാം. നാട്ടുകാരെ കാണിക്കണമെന്ന് ഞാൻ പറയില്ല. ഇതിപ്പോൾ ഞാൻ എനിക്ക് ചാനലുള്ള കാരണം കൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ. അയ്യോ, ഒരാളെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ മറന്നു. നമ്മുടെ ശ്രീകുട്ടൻ്റെ പിറന്നാളാന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ വിഷ് ചെയ്യുന്നതും കാത്തിരിക്കുകയാണ് കേട്ടോ ആള്. അപ്പം എല്ലാവർക്കും വിഷു എന്നറിയാം. അപ്പോൾ വിഷ് ചെയ്തവർക്കൊക്കെ താങ്ക് യു. അല്ലാത്തവരൊക്കെ വിഷ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആൾക്ക് വലിയ കാര്യം ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ബർത്ത്ഡേയുടെ അന്നൊരു സങ്കടകരമായ കാര്യം ഉണ്ടായിട്ടോ. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അങ്ങനെ ശാന്തമ്മ കഞ്ഞി കുടിക്കാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒരു ചിക്കൻ കറിയും കൂടി വെച്ചിട്ട് ശാന്തമ്മയുടെ കൂടെ ഇറങ്ങണം. അതാണ് നമ്മുടെ സെയിലിൻ്റെ ഭാഗമായിട്ട് മിന്ത്രയെന്നോ ആമസോണിൽ നിന്ന് കണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിപ്സ്റ്റിക്ക് കുറച്ച് വന്നത്. അതിട്ട് നോക്കിയപ്പോൾ ചുണ്ടില്ലാത്ത പോലത്തെ ഒരു അവസ്ഥ. ശ്രീകുട്ടൻ ഒരു ക്രോക്സ് മേടിച്ചു കേട്ടോ. ഞാൻ സമ്മാനമായിട്ട് കൊടുത്തത്. ആള് കുറേ നാൾ പറയുന്നുണ്ട് ക്രോക്സ് വേണം, ക്രോക്സ് വേണം. ഞാൻ ക്രോക്സിന്റെ ചെരുപ്പ് ഇട്ടപ്പോഴേ ഞാൻ ഭയങ്കര വിലയാടാ ശ്രീകുട്ടാന്ന് പറഞ്ഞപ്പോൾ എന്നാ വേണ്ടമ്മാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമ്മാനം കൊടുത്തത് ഇപ്രാവശ്യം ക്രോക്സിന്റെ ഒരു ചെരുപ്പാണ്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഈച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പുതുതായിട്ടല്ല, കുറച്ചാളായിട്ട് നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ ആമസോണിലൊക്കെ ഇതിന് നല്ല വില കുറവുണ്ട്. കാരണം സെയിൽ കിടക്കല്ലേ. ഈ സെയിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെയൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മേടിച്ചോട്ടെ. അത് നല്ലതാ. പഴവും അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ പഴത്തുമ്മൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഈ പഴയിച്ചകളൊക്കെ വരില്ലേ. അപ്പോൾ അതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലിട്ട് വയ്ക്കാം. പിന്നെ നമ്മൾ മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ എടുത്ത് കഴിക്കുകയും ചെയ്തോളും. നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അങ്ങനെ ചീഞ്ഞൊക്കെ പോകുമല്ലോ കുറേ ഫുഡ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ തന്നെ അത് ഫ്രിഡ്ജ് തുറന്നു നോക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഇത് കാണുന്ന സ്ഥലത്താകുമ്പോഴേ പെട്ടെന്ന് എടുത്ത് കഴിച്ചോളും. അങ്ങനെ നമ്മൾ സുഗുണ ചിക്കനാണ് ഇന്ന് റെഡിയാക്കുന്നത് കേട്ടോ. നമ്മുടെ ചേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ, സുബിയേട്ടൻ എന്നാണ് പേര് പറയുക. അപ്പോൾ ആ ചേട്ടന് സുഗുണ ചിക്കൻ്റെ ഈ സെയിലാണ്. അപ്പോൾ ചേട്ടൻ കൊണ്ടുവന്ന് വരുന്നതാണ്. ശ്രീകുട്ടൻ ഈ എല്ലുള്ള ചിക്കന് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ശ്രീകുട്ടൻ ഗുണ്ടുമണി പോലെ ഇരിക്കുന്നത് കേട്ടോ. അത്ര ഹെൽത്തി, ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ആയിരിക്കും. പക്ഷേ ഈ ചിക്കനൊന്നും എപ്പോഴും കൊടുക്കുന്നത് ഹെൽത്തി അല്ല. നമ്മളങ്ങനെ എന്താ പറയുക, എപ്പോഴും ഒരുപാടൊന്നും കൊടുക്കില്ല. കൊടുക്കണമെങ്കിൽ 1-2 കഷ്ണങ്ങൾ ഒരു രുചിക്ക് ചോറിൻ്റെ ഒപ്പം വെക്കുന്നേ ഉള്ളൂ. പിന്നെ മിക്കതും നമ്മുടെ ഇവിടെ അതിൻ്റെ ഒപ്പം തന്നെ നാടൻ പച്ചക്കറികൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ പപ്പക്കായ ആയാലും ചീര ആയാലും കൈപ്പയ്ക്ക ആയാലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇത് ഇച്ചിരി എന്നുള്ള രീതിയിൽ പോകുന്നു മാത്രം. ഒരു കൊശുവിന് എല്ലാ വീടുകളിലും ഉണ്ട് ഈ സ്വഭാവം. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ നമ്മളിതാ കുഞ്ഞുള്ളിയിലാണ് നമ്മുടെ ഇന്നത്തെ ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സാധാരണ ചിക്കൻ അല്ല, കുറച്ച് ഫ്രൈഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ.
അപ്പോൾ കുഞ്ഞുള്ളി മുഴുവൻ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ പിടി കുഞ്ഞുള്ളി ഉണ്ടായിരുന്നു. ചോപ്പർ റൂട്ടനിൽ ജസ്റ്റ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴണ്ട് വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പൊടികളൊക്കെ ചേർക്കുന്നത്. ഈ പൊടികളൊക്കെ ചേർക്കുമ്പോഴേ ഞാൻ എൻ്റെ കയ്യിൽ തീരാറായ പൊടികളുണ്ടല്ലോ, അതായത് മഞ്ചൂരിയൻ്റെ പൊടി, അങ്ങനെയുള്ള മറ്റേ പൊടികൾ, മറിച്ചപ്പൊടികൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീരാറായതെന്നല്ല, മേടിച്ച് വെച്ചിട്ട് എക്സ്പയറി ഡേറ്റ് തീരാറായിട്ടുള്ള പൊടികളുണ്ടല്ലോ, അതൊക്കെ ഞാൻ ചേർക്കും കേട്ടോ. അത് കഴിയണ്ടേ, കളയാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ. ജീരകത്തിൻ്റെ പൊടിയും ഇന്ന് നമ്മൾ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടാണ് സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്, നല്ല കളറിനും അണുനാശിനിക്ക് വേണ്ടിയിട്ട്. നമ്മൾ എന്താടാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല എരിവിന് വേണ്ടിയിട്ട്. പിന്നെ ഗരം മസാല ഇല്ലാത്ത കാരണം കൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലോ ഒന്ന് പേടിച്ചിട്ട് മഞ്ചൂരിയൻ്റെ ഒക്കെ കുറച്ച് പൊടികളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ഒരു വേറെ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു വേറെ രുചി, വേറൊരു ഫ്ലേവറിലേക്ക് നമ്മുടെ കറികളെ മാറ്റിയെടുക്കണം എന്ന് തോന്നുന്ന സമയത്താണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ അഴുക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടും. എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കുമല്ലോ, ഞാൻ കുറേ നാൾ ഉണ്ടാക്കി വെക്കും, 2-3 മാസമൊക്കെ ഇരിക്കും കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഉപ്പിട്ടിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഉപ്പിട്ടിട്ട് നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലിട്ടിട്ടുണ്ട്, അടച്ചു വെച്ച സംഭവം സെറ്റ്. അതെ, ഞാനിവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ മിന്ത്രയിൽ കുറച്ച് സാധനങ്ങൾ കുറച്ച് സമാധാനം ഉണ്ടാവില്ല. ഓൺലൈനായിട്ട് നമ്മൾ ഈ വക പ്രൊഡക്റ്റുകളൊക്കെ മേടിക്കുമ്പോഴേ ഷെയ്ഡ് മുന്നേ കൂട്ടി നമ്മളൊന്ന് ഏതെങ്കിലും ഷോപ്പുകളിൽ പോയിട്ട് നേരിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാട്ടോ. കാരണം ചില സമയങ്ങളിൽ ചില പ്രൊഡക്റ്റുകൾ വരുമ്പോൾ നമുക്കത് ചേർന്നില്ല എന്ന് വരും. എസ്പെഷ്യലി നമ്മൾ സ്ക്രീനിലോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂലോ കാണുന്ന ഒരു കളറായിരിക്കില്ല നമ്മൾ ചുണ്ടിലോ അല്ലെങ്കിൽ മുഖത്തോ അത് പുരട്ടുമ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മേടിച്ചേക്കണതൊക്കെ നമ്മുടെ ലാക്മിയുടെ 60% ഓഫർ കണ്ടപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്റ്റുകൾ മേടിച്ച് വെച്ചതാണ്. എനിക്ക് ലാക്മിയുടെ കുറച്ച് ലിപ്സ്റ്റിക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനിത് നമ്മൾ ആകെ ഒരു ഷെയ്ഡല്ലേ യൂസ് ചെയ്യുള്ളൂ, ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചിട്ട് ആ സെയിൽ വന്നപ്പോൾ 1-2 മേടിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയുക, ലിപ്സ്റ്റിക് അല്ല, പ്രൈമറാണ്. നമുക്ക് കുറച്ച് നമ്മളിങ്ങനെ മുഖത്ത്, എൻ്റെ ചുണ്ട് ഭയങ്കര ഡാർക്കാണ്, അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും. ഈ വക സംഭവങ്ങൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വീട്ടിൽ നിൽക്കുമ്പോഴല്ല, പുറത്ത് പോകുമ്പോൾ നമ്മൾ പ്രസൻറ്റബിൾ ആവണമെന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ 4 ആൾ വന്നിട്ട് അയ്യോ നമ്മുടെ വി ഹാപ്പിലത്തെ ശ്രീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇതെന്താ അതിൽ കാണുന്നത് ഇതിൽ കാണുന്നത് 2 രൂപം എന്ന് പറയാറുണ്ട്. എന്നാലും ഞാനത് ചില സമയങ്ങളിൽ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവരും പറയുന്ന ഒരു വലിയൊരു കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീജ ചാനലിൽ കാണുന്ന പോലെയല്ല, എന്തൊരു ചെറുതാ, ഇതാണ് ആദ്യം വരുന്നത് കേട്ടോ. എനിക്ക് പക്ഷെ അത് ശീലമായി. പിന്നെ ഞാൻ ചെറുതാണല്ലോ, അത് യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു സത്യമാണല്ലോ, അത് ഞാനത് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ മുഖത്ത് നമ്മുടെ പുട്ടി വാരി തേച്ചപ്പോൾ വലിയ കുഴപ്പമില്ല. പുട്ടിയല്ല, അത് CC ക്രീമോ BB ക്രീമോ അത് മറ്റെന്തോ ആയിരുന്നടാ. ഞാനിതിൻ്റെ കാര്യങ്ങളുടെ ലിങ്കൊന്നും കൊടുത്തിട്ട് നിങ്ങൾക്ക് വലിയ ഉപകാരം ഉണ്ടാവില്ല. കാരണം നമ്മുടെ ചേച്ചിമാരൊന്നും ഇതൊന്നും യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം തോന്നുന്നു. പക്ഷെ നമ്മുടെ അനിയത്തിമാർ ഇതൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. എപ്പോഴെങ്കിലും അവർക്കൊക്കെ വേണ്ടി ഒരു വീഡിയോ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഈ ഷെയ്ഡ് നമ്മൾ ഇട്ട് കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് ഒരു റെഫറൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഈ ഒരു ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു നോക്കുക, ആ ഷെയ്ഡ് മേടിക്കുന്നേക്കാളും മുന്നേ. ഇപ്പം എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഒരു മീഡിയം സ്കിൻ ടോൺ അല്ലടാ. അപ്പോൾ അതിലാണ് ഈ ഒരു കളറ് നമുക്ക് ഈ പ്രൈമർ. ഇത് 850 രൂപയൊക്കെ വിലയുള്ളതാണ്. അപ്പോൾ ഇത് 60% എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 390 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ബ്ലഷ് ഇടുന്ന പരിപാടി എനിക്ക് അറിയേയില്ല. ഇതിട്ടിട്ടുണ്ടെങ്കിൽ ഞാനാകെ കരഞ്ഞ പോലെ ഇരിക്കും, അല്ലെങ്കിൽ 2 കിട്ടിയ പോലെ ഇരിക്കും. എനിക്ക് ഈ വക പരിപാടികളൊന്നും എനിക്ക് സ്യൂട്ടാവാത്ത, നമ്മുടെ മഞ്ജു ചേച്ചി പറഞ്ഞ പോലെ മേക്കപ്പ് ഇഷ്ടമില്ലാണ്ടല്ല, അതെനിക്ക് ചേരില്ല എന്നുള്ള ഒരു ഫീലാണ്. പിന്നെ ഞാൻ ചെയ്യുമ്പോഴും ചേരില്ല എന്നുള്ളൊരു ഫീലാണ്. അറിയുന്ന ആൾക്കാർ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ നമുക്ക് എന്താണ് സംഭവം എന്ന്. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട ലിപ്സ്റ്റിക്ക് ചുണ്ടത്ത് ഒട്ടി പിടിക്കുന്നുണ്ടാ, എനിക്ക് ആ ഒരു പരിപാടിയേ ഇഷ്ടമല്ല. ബിന്ദു പണിക്കർ ചേച്ചി നമ്മുടെ സൂത്രധാരനിൽ ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്ന ചില ഭാഗങ്ങളുണ്ടല്ലോ, അതുപോലെ ഫീൽ ചെയ്യും എനിക്ക്. അങ്ങനെ വേറൊരു ഷെയ്ഡ് എന്ന് പറയുന്നത്, ഇതിൻ്റെ കൺസിസ്റ്റൻസിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ലിപ്സ്റ്റിക്ക് ഇടുന്നതോ അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നത് നോക്കുന്നതിനേക്കാളും ഉപരി അത് നമ്മുടെ ചുണ്ടിൽ കംഫർട്ടബിൾ ആണോ നോക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ. ഈ ഒരു ലാക്മിയുടെ എന്താണ് 925 ഈ സംഭവം ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഇതല്ല നേരത്തെ കാണിച്ചത്, അതിങ്ങനെ ക്രീമി ആയിട്ടിരിക്കും. ഇതും ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു വെറൈറ്റി ഷെയ്ഡുകൾ ട്രൈ ചെയ്ത് നോക്കിയതായി. 50% ഓഫർ കണ്ടപ്പോൾ, ഓഫർ എവിടെ ഉണ്ട് അവിടെ ഞാൻ അങ്ങനെ നമ്മൾ ഇതേ കണ്ട അതിട്ടിപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. എൻ്റെ മുഖത്തിന് ചില ഷെയ്ഡുകൾ മാത്രമേ ചേരുള്ളൂ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ട്. ഇതാണ് മക്കളെ അക്രമമായത്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഇട്ട് കാണിച്ചത്. ഇതിട്ടതും നമ്മുടെ ചുണ്ട്
വാനിഷായ പോലൊരു ഫീലായി എനിക്ക്. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ എൻ്റെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ദേ കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോഴേ ജസ്റ്റ് പോയിട്ട് കടയിൽ പോയിട്ട് ഒന്ന് ഇട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അത് നമുക്ക് മിക്സ് ചെയ്ത് വേറെ കളറുകളുടെ ഒപ്പം ഇടുമ്പോൾ അടിപൊളി കളറിലേക്ക് എത്തുകയും ചെയ്യും കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റയിലൊക്കെ ഓരോ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പുറത്തൊക്കെ പോകേണ്ടി വരുമല്ലോ. അപ്പോൾ വെറൈറ്റി കളറുകൾ അതുപോലെ തന്നെ ടെക്സ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഞാൻ ഇപ്പം ചായ വെച്ചാൽ അതൊന്നും ഷൂട്ട് ചെയ്തായിട്ടാണ്. ഇത് നേരിൽ കാണാൻ ഭംഗിയിൽ, ഇങ്ങനെ ക്യാമറയിൽ കാണാൻ ഭംഗിയില്ലെങ്കിലും നേരിൽ കാണാൻ നല്ല ഭംഗിയിട്ടാണ്. 2 ഷെയ്ഡ് കൂട്ടിയിട്ടപ്പോൾ നല്ലൊരു കളർ. പിന്നെ ഒരു കാര്യം, ഈ പ്രോഡക്റ്റുകൾക്കൊക്കെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അത് പ്രത്യേകം നോക്കണം. ഈ ഓഫർ എന്ന് പറയുമ്പോൾ ചാടി വീഴുമ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡുകളൊക്കെ ഏതൊക്കെയാണാവോ? എനിക്ക് കണ്ട ഷെയ്ഡുകൾ നമ്മളിപ്പോൾ ഇവിടുത്തെ സാധാരണ ലോക്കൽ സ്റ്റോറുകളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ഷെയ്ഡുകൾ നമ്മൾ കാർട്ടിലിട്ട് വെച്ചിട്ട് പിന്നെ ഓഫർ വരുമ്പോൾ മേടിക്കുന്നതാണ്. അപ്പോൾ ഇത് അടിപൊളി കളറാണ് കേട്ടോ. ചില കളറുകൾ നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ വലിയ ഭംഗിയായിട്ട് തോന്നിയില്ലെങ്കിൽ നേരിൽ നമുക്ക് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. എനിക്ക് ഏറ്റവും അധികം ചേരുന്ന കളറുകൾ ഒരു ബ്രൗൺ ടിൻഡിലേക്ക് പോകുന്ന കളറുകളാണ് എനിക്ക് ചേരുക. പക്ഷെ എനിക്ക് അത് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാനൊരു സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. പക്ഷെ ബാക്കിയുള്ളവർ നോക്കുമ്പോൾ ശ്രീ എന്നിട്ട് ലിപ്സ്റ്റിക് നന്നായിട്ടുണ്ടെന്ന് പറയും. കൂടുതലും ഡാൻസ് ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ ചേച്ചിമാരാണ് പറയാടാ ഇത് ഏതാ ഷെയ്ഡ്, ഇത് നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാം. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടല്ലോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റെവലോൻ്റെയാണ് കേട്ടോ. ഇതൊരു ലിപ് ബാം ഇട്ട പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ലിപ് ബാം നമുക്ക് കടിച്ചു പൊട്ടിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. കാരണം ഇത് പല ആൾക്കാരും ടച്ച് ചെയ്ത് പല കൈകളിലൂടെ കടന്നു വരുന്നതാണ്. സക സാധനങ്ങളൊന്നും വായിലിടരുത്. ഇതൊക്കെ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളാണ്, കള്ളനെ പോലും സാഹചര്യങ്ങളാണ് കള്ളനാക്കുന്നതെന്ന് അറിയില്ലേ, അതുപോലൊരു അവസ്ഥയാണല്ലേ. ഞാൻ എന്നെ പറയാം, ഞാൻ എന്നെ ചെയ്യാം, എന്താണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇട്ട കളർ ഞാൻ കാണിച്ചു തരാം. റെവലോണിൻ്റെ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല കംഫർട്ടബിൾ ആണ് നമ്മുടെ ചുണ്ടിലേക്ക്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ലിപ് ബാം പോലെയൊക്കെ ഇട്ട് കൊടുക്കാം. ഒട്ടി പിടിക്കുന്നതിൻ്റെ മുകളിൽ ഇതൊക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളിയാവും. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പരിപാടികളും അതുപോലെ തന്നെ വന്ന കുറച്ച് പ്രൊഡക്റ്റുകളും. ഇനി കുറച്ച് ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വക പരിപാടികളൊക്കെ കാണിച്ചു തരുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ എന്താ പറയുക, ഷെയർ ചെയ്യാം. അങ്ങനെ ഭാഗ്യൻ ശാന്തമ്മയ്ക്ക് പുല്ല് വലിക്കാൻ എളുപ്പത്തിന് അവിടെയൊക്കെ നനച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മുടെ മെറ്റലിട്ടോടത്തൊന്നും വലിയ കാര്യമായിട്ടുള്ള പുല്ല് വരില്ല, മെറ്റലിടാത്തോടത്താണ് വരിക. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രതിവിധി ചെയ്യണം പുല്ല് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഭാഗ്യനും ശ്രീകുട്ടനും കൂടിയിട്ട് നാളികേരം ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മുടെ പറമ്പിൽ. ആ കുറച്ച് നാളികേരമൊക്കെ പറക്കിയപ്പോഴേ അതിൻ്റെ ഇടയിൽ പുല്ലിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുന്നുണ്ടായിരുന്ന നാളികേരങ്ങളിൽ കുറേ എണ്ണത്തിൽ പുല്ലുണ്ടായിരുന്നു, പൊങ്ങുണ്ടായിരുന്നു ഇടാ. അപ്പോൾ പൊങ്ങ് പൊട്ടിച്ച് തിന്നുന്ന തിരക്കില്ല. ഞാൻ ശാന്തമ്മയ്ക്ക് പൊങ്ങ് കൊടുക്കുകയാണ്. ഈ പൊങ്ങ് വേറെ ഏതെങ്കിലും രീതിയിൽ കറി വയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസിപ്പികൾ ഉണ്ടാക്കാനോ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, നമ്മൾ പഞ്ചസാരയും തേനും ഒഴിച്ച് ശർക്കരയും കൂട്ടി കഴിക്കുന്നതല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ ഒരു ചാക്ക് പൊങ്ങ് കിടക്കുന്നുണ്ട്. പൊങ്ങിൻ്റെ ആ പൊങ്ങ് കഴിച്ചിട്ട് നാളികേരം നമ്മൾ നാളികേരം നമ്മൾ എന്താടാ പറയുക, അത് വെട്ടി നമ്മൾ ഉണക്കി വെളിച്ചെണ്ണയാക്കും. അതാണ് പതിവ്. അപ്പോൾ ശാന്തമ്മയും ഞാനും കൂടിയിട്ട് ഇനി ബാക്കി പരിപാടികളൊക്കെ നടത്തട്ടെ. കുറച്ച് ചെടികളൊക്കെ കുറേ ചെടികളൊക്കെ നമ്മൾ പോയി നോക്കാതെ, പിന്നെ കുറേ കടയിൽ പോകേണ്ട തിരക്കുകളും ബാക്കി തിരക്കുകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും പിന്നെ യൂട്യൂബും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന കാരണം കൊണ്ട് സമയം വളരെ കുറവായ കാരണം കൊണ്ട് ചെടികളൊന്നും നോക്കാൻ പറ്റണില്ല. ഇനിയിപ്പോൾ ചെടികളുടെ സീസണല്ലേ, അപ്പോൾ അതൊക്കെ നമുക്ക് ചെടിത്തോട്ടത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ശാന്തമ്മയുടെ കൂടെ ഇന്ന് കൂടുന്നത് കേട്ടോ. പിറന്നാളുകാരൻ എനിക്ക് വന്നിട്ടുണ്ട്. ചേച്ചിയമ്മയും ചേട്ടച്ചനും കുഞ്ഞനും അമ്മയും അച്ഛനും ഒക്കെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ആളെ ഉണർത്തിന്ന്. പാവാട പോലെ ഇരിക്കണ്ടല്ലോ ശ്രീകുട്ടൻ്റെ ട്രൗസർ. ശ്രീകുട്ടൻ്റെ ട്രൗസർ ചെറിയൊരു പാവാട ലുക്ക് ഉണ്ടല്ലേ. അങ്ങനെ നമ്മൾ ചായ കുടിയോടുകൂടി കാലത്തെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. കാലത്ത് വരെയുള്ള പരിപാടികൾ കഴിഞ്ഞു. ഇവിടെ നമ്മൾ 11 മണിയാകുമ്പോൾ ഒരു ചായ പരിപാടി ഉണ്ട് കേട്ടോ. എന്തെങ്കിലും കറിയൊക്കെ കൊടുക്കും. ഇപ്പോൾ ഇന്ന് ശാന്തമ്മയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒന്നും ഉണ്ടായില്ലേ, റസ്ക് മാത്രമേ ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ റസ്ക് ചായയും കൂടി കഴിച്ച് ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കാണ്. വീടിൻ്റെ ഉമ്മറം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നാമ്പുറാന്ന് പറയും. പിന്നാമ്പുറാണ് ഏറ്റവും ഭംഗി നമ്മുടെ. അപ്പോൾ ഉമ്മറത്ത് കുറച്ചും കൂടി ഭംഗിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ സാധനങ്ങൾ നമുക്കിവിടെ കൃഷിയുള്ള കാരണം കൊണ്ടേ
ഇപ്പോൾ വളമായാലും ഈ ഉപയോഗിക്കുന്ന ആയുധങ്ങളായാലും ഒക്കെ ഇവര് ഈ ഒരു കുഞ്ഞിയ ഷെഡിൻ്റെ ഉള്ളിലാണ് കൊണ്ടുവയ്ക്കുക. ഇതെനിക്ക് നമ്മുടെ പുതിയ കട്ടപ്പന കൊണ്ടുവയ്ക്കാൻ ഐക്യൂബ് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഭാഗ്യം കിട്ടിത്തന്നതാ. പക്ഷെ അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ വണ്ടി വയ്ക്കാൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനുള്ള സ്ഥലം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കണമായിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യാനാണ് പ്ലാൻ. ഞാൻ കട്ട വിരിക്കണോ, പെബിൾസ് ഇടണോ, നമ്മുടെ വീട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഷീറ്റ് ഉണ്ടല്ലോ അതിട്ടിട്ട് പെബിൾസ് ഇടണോ എന്നൊക്കെയുള്ള ഒരു ആലോചനയിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. കുറച്ച് ദിവസം മുന്നേ നമ്മളിവിടെ പുല്ല് നടന്നത് കാണിച്ചായിരുന്നു, നമ്മുടെ പേൾ ഗ്രാസ്. ഇപ്പൊ നോക്കൂ, അവിടെ മൊത്തത്തിൽ പേൾ ഗ്രാസ് നിറഞ്ഞിട്ടുണ്ട്. അത് വെട്ടിയെടുത്ത് ഈ പുല്ല് നട്ടാൽ മാത്രം എന്താണെന്നറിയില്ല, മാസം എന്ന് പറയില്ല, ആഴ്ചകൾക്കുള്ളിൽ പടർന്ന് അങ്ങോട്ട് പന്തലിച്ച് ഒരു പച്ച പരവതാനി വിരിച്ചു തരും ആള്. അങ്ങനെ നമ്മൾ ബാക്കി ചെടികളും കാര്യങ്ങളൊക്കെ ശാന്തമോടെ പുല്ലൊക്കെ പറിക്കുമ്പോൾ ഞാൻ കുറച്ചൊക്കെ വെട്ടി ഒതുക്കി സെറ്റാക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്ക് ഈ ചെത്തികൾ നല്ല ഇഷ്ടമാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ചെത്തി നട്ടാലോ എന്നൊരു ചിന്തയുണ്ട്. മാത്രമല്ല നമ്മൾ അതിൻ്റെ ഉള്ളിൽ റംബൂട്ടാൻ, പലതരത്തിലുള്ള ഒരു 5-6 മാവ്, നിറയെ അടയ്ക്കാമരം, അത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ പരിപാടികളൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം നമ്മൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് മടങ്ങാറായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും എത്ര പെട്ടെന്നാണെന്നറിയൂ നമ്മുടെ വല്ലൂര്. ഞാൻ വിചാരിക്കാറുണ്ട് എൻ്റെ ഇവിടുത്തെ സമയം മാത്രം എന്താ മറ്റേ PT ഉഷയാണോ ഓടുകയാണോ എന്ന് വിചാരിക്കാറുണ്ട് കേട്ടാ. നല്ല ഗംഭീര മഴ വരുന്നുണ്ടായിരുന്നു. ശാന്തമ്മ 5 മണിയായപ്പോൾ പോയി. അപ്പോൾ മഴക്കാര് കാണുന്നത് കണ്ടോ. ഇന്നത്തെ ദിവസത്തെ ഒരു പ്രയത്നം കഴിഞ്ഞു. ഓരോ ദിവസവും എത്ര വ്യത്യസ്തമായിട്ടാണ് കടന്നു പോകുന്നത്. ഇന്നത്തെ ദിവസം കടന്നു പോയത് ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു സാഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. അതെന്റെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ചേച്ചിമാർക്ക് അറിയാൻ കഴിയും, നല്ലോണം അറിയുന്നവരാണെങ്കിൽ അവർക്കറിയാം. മസിലുണ്ടെന്റെ അതിങ്ങനെയാ മണിയെ. നല്ലൊരു ദിവസം അവസാനിച്ചത് ദാ ഈ ഒരു കാഴ്ചയിലാണ് കേട്ടോ. പിന്നെ എൻ്റെ ഷൂട്ട് ചെയ്യാനുള്ള മൂടൊക്കെ പോയി. 5 മണിയായപ്പോൾ നമ്മൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചപ്പും ചവറൊക്കെ കത്തിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ചാക്ക് പൊട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് കളയി ശ്രീകുട്ട, പ്ലാസ്റ്റിക് കത്തിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആൾ എടുത്ത് കളയാൻ പോയതാണ്. അത് ഉരുകി കൈമയ്ക്ക് വീണു. ഇവനാണെങ്കിൽ ഈ തീയിൽ കളിക്കുന്നത് ഇത്തിരി കൂടുതലാണ്, ഇത്തിരി ഇഷ്ടമുള്ള പരിപാടിയാണ് ആൾക്ക്. അതങ്ങനെ കയ്യിൽ വീണു, കൈ മൊത്തം പൊള്ളി. അപ്പോൾ ഇന്നത്തെ കാലത്തോട്ടെ ശ്രീകുട്ടൻ്റെ കുറച്ച് ദുശകുനാണ്. അപ്പോൾ ഞാൻ പറയായിരുന്നു ഈ വർഷത്തെ എല്ലാ ശ്രീകുട്ടൻ്റെ ദോഷങ്ങളും പിറന്നാൾ ദിവസം കഴിഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യം. അപ്പോൾ ഒരു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് അവനെ ഞാൻ സമാധാനിപ്പിച്ചിരുത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എൻ്റെ കൂടെ കൂടും അവൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ പറയും ഡേഞ്ചറുള്ള കാര്യമാണെങ്കിൽ ചെയ്യേണ്ട മോനെന്ന്. നല്ല ആളത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് അവസാനിപ്പിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഇന്നിങ്ങനെ ഒരു യോഗ അവൻ്റെ ദിവസം അങ്ങനെയായി തീരാനായിരിക്കും യോഗ അല്ലേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ. തുടക്കത്തിൽ നല്ലതൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവസാനിച്ചപ്പോൾ കുറച്ച് സങ്കടം ഉണ്ടായി. എല്ലാ ദിവസങ്ങളും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. വലിയ വലിയ ദുരിതങ്ങൾ കുഞ്ഞിതായിട്ട് പോയതാന്ന് വിചാരിക്കാം. അപ്പം എൻ്റെ കുഞ്ഞുമക്കളെ തീയിലൊന്നും കളിക്കരുത് കേട്ടോ. ശ്രീകുട്ടൻ്റെ പോലെ ഇതുപോലെ അപകടങ്ങളൊന്നും വരുത്തി വെക്കരുത്. ഏറ്റവും കൂടുതൽ വേദനിക്കുക നിങ്ങളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കുമാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.